Then, 61ാമത്തെ question ആണ്, that is, the dash method involves a complete enumeration of all units of the population or universe. അപ്പം ഒരു പോപ്പുലേഷനിൽ അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സ്, പോപ്പുലേഷനെ പറയുന്ന മറ്റൊരു പേരാണ് യൂണിവേഴ്സ്. അപ്പോൾ ഒരു പോപ്പുലേഷനിലെ അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിലെ എല്ലാ യൂണിറ്റിനെയും നമ്മൾ കംപ്ലീറ്റ് എന്യൂമറേഷൻ കണ്ടക്ട് ചെയ്യാണ്. അതായത് എല്ലാ യൂണിറ്റിൽ നിന്നും നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യാണ് അല്ലെങ്കിൽ എന്യൂമറേഷൻ നടത്തുകയാണെന്നുണ്ടെങ്കിൽ ആ മെത്തേഡിനെ പറയുന്നതാണ് എന്ത്? അപ്പോൾ ഓപ്ഷൻ എ സെൻസസ് ഉണ്ട്, സാമ്പിൾ ഉണ്ട്, ബോത്ത് എ ആൻഡ് ബി, നൺ ഓഫ് ദീസ്. അപ്പോൾ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് സെൻസസ് ആണ്. ദാറ്റ് ഈസ് സെൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് എന്യൂമറേഷൻ ഓഫ് ഓൾ യൂണിറ്റ്സ് ആണ്, അല്ലെങ്കിൽ കംപ്ലീറ്റ് എന്യൂമറേഷൻ ഓഫ് ഡാറ്റ. നമുക്ക് ഒരു സ്റ്റഡിയിൽ അല്ലെങ്കിൽ നമ്മളുടെ പോപ്പുലേഷനിൽ എത്ര യൂണിറ്റ്സ് ഉണ്ടോ, എത്ര റെസ്പോണ്ടൻസ് ഉണ്ടോ, അല്ലെങ്കിൽ എത്ര ആൾക്കാരുണ്ടോ, അവരുടെ അടുത്ത് നിന്ന് നമ്മൾ ഓരോ പേഴ്സൺസിൻ്റെ അടുത്തു നിന്നും ഡാറ്റ കളക്ട് ചെയ്യുന്ന പ്രോസസ്സാണ് സെൻസസ് മെത്തേഡ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമ്മളുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ജനസംഖ്യ എടുക്കാൻ വേണ്ടിയിട്ട്, അതായത് പോപ്പുലേഷൻ്റെ എണ്ണം എടുക്കാൻ വേണ്ടിയിട്ട് വരാറുണ്ട്. അതിന് നമ്മൾ സെൻസസ് എടുക്കുക എന്നാണ് പറയുക അല്ലേ. അപ്പോൾ അവിടെ ഓരോ പേഴ്സൺസിനെയും അവർ എന്യൂമറേറ്റ് ചെയ്യുന്നുണ്ട്, ദാറ്റ് ഈസ് സെൻസസ്. ഇനി സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സാമ്പിൾ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് പോപ്പുലേഷൻ്റെ ഒരു പാർട്ടിന് മാത്രം ആണ് നമ്മൾ സ്റ്റഡി ചെയ്യണമെന്നുണ്ടെങ്കിൽ അതാണ് സാമ്പിൾ സർവേ എന്ന് പറയുന്നത്. അതായത് പോപ്പുലേഷൻ്റെ ഒരു പാർട്ട്, ആ പാർട്ടിനെ പറയുന്ന പേരാണ് സാമ്പിൾ. പോപ്പുലേഷൻ്റെ ഒരു ഗ്രൂപ്പിനെ പറയുന്ന പേരാണ് സാമ്പിൾ. അപ്പോൾ ഈ സാമ്പിളിൽ നിന്നാണ് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ സാമ്പിളിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റഡി നടത്തുന്നതെങ്കിൽ അതാണ് സാമ്പിൾ സർവേ എന്ന് പറയുന്നത്. അതായത് രണ്ട് മെത്തേഡ്സ് ഓഫ് സർവേ ആണ് വരുന്നത്. ഒന്ന് സെൻസസ് സർവേയും രണ്ടാമത്തത് സാമ്പിൾ സർവേയും. സെൻസസ് സർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് എന്യൂമറേഷൻ ഓഫ് ഡാറ്റയാണ്, കംപ്ലീറ്റ് എന്യൂമറേഷൻ ഓഫ് ഓൾ യൂണിറ്റ്സ് ഓഫ് ദി പോപ്പുലേഷൻ ആണ്. സാമ്പിൾ സർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ട് ഓഫ് ദി പോപ്പുലേഷൻ ആണ്, സബ് ഗ്രൂപ്പ് ഓഫ് ദി പോപ്പുലേഷൻ. അപ്പോൾ പാർട്ട് ഓഫ് പോപ്പുലേഷനിൽ നിന്ന് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ പാർട്ട് ഓഫ് പോപ്പുലേഷനെ സ്റ്റഡി ചെയ്യുന്നതാണ് സാമ്പിൾ സർവേ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 61ന്റെ ആൻസർ എന്ന് പറയുന്നത് that is option A, census. The next question, dash variables are undesirable because they add error to an experiment. അപ്പോൾ ഒരു എക്സ്പെരിമെന്റിന് എറർ, തെറ്റായിട്ടുള്ള റിസൾട്ട് ആഡ് ചെയ്യാൻ കാരണമാകണ വേരിയബിൾസ് ഏതാണ്? അതെന്താണ്? അൺഡിസൈറബിളും ആണ്. കാരണം അത് നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വേരിയബിൾ അല്ല. അപ്പോൾ അത്തരം വേരിയബിൾസ് ആണ് എക്സ്ട്രോണസ് വേരിയബിൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയണമെന്നുണ്ടെങ്കിൽ, ഇപ്പം നമുക്ക് എക്സാം ആണ്. അപ്പോൾ എക്സാമിന് നമ്മൾ നന്നായി പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാം. അപ്പോൾ പഠനം എന്ന് പറയുന്നത്, സ്റ്റഡി എന്ന് പറയുന്നത് നമുക്കൊരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആയിട്ടും നമുക്ക് ലഭിക്കുന്ന മാർക്കിനെ നമുക്കൊരു ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആയിട്ടും പറയാം അല്ലേ. അപ്പോൾ നമ്മളുടെ സ്റ്റഡി അത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആണ്. നമ്മൾ എത്രത്തോളം നന്നായി പഠിക്കണോ അതിനനുസരിച്ച് നമുക്ക് മാർക്ക് കിട്ടും. അപ്പോൾ ഈ പഠനത്തിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് വരിക? മാർക്ക് വരിക. അപ്പോൾ മാർക്ക് ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആണ്. അപ്പോൾ നമ്മൾ നന്നായി പഠിച്ച് പരീക്ഷയ്ക്ക് പോയി, പക്ഷെ നമുക്ക് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന ഒരു ടെൻഷൻ ഉണ്ട്, മിക്ക ആൾക്കാർക്കും ഉണ്ടാവും. അതേപോലെ പഠിച്ച് പെട്ടെന്ന് നമ്മൾ മറന്നുപോകും. അപ്പോൾ ഈ ടെൻഷൻ കാരണം നമുക്ക് നന്നായിട്ട് എക്സാം എഴുതാൻ പറ്റാത്തൊരവസ്ഥ. അപ്പം നമുക്ക് മാർക്ക് കുറയും. നമ്മൾ പഠിക്കാനായിട്ടല്ല മാർക്ക് കുറയുന്നത്. എങ്ങനെയാണ്? ഈ ടെൻഷൻ കാരണമാണ് നമുക്ക് മാർക്ക് കുറയുന്നത്. അപ്പോൾ ഇങ്ങനെ പുറത്തുനിന്നുള്ള ചില കാരണങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ ചുറ്റുപാട്, അന്തരീക്ഷത്തിലുള്ള ചില ഫാക്ടേഴ്സ്, ഘടകങ്ങൾ കൊണ്ട് നമുക്ക് നമ്മളുടെ ഫൈനൽ റിസൾട്ടിൽ അല്ലെങ്കിൽ ഒരു എക്സ്പെരിമെൻ്റ് റിസൾട്ടിൽ എന്തെങ്കിലും മാറ്റം വരികയാണെങ്കിൽ ആ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ വേരിയബിൾസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്സ്ട്രോണസ് വേരിയബിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എക്സ്ട്രോണസ് വേരിയബിളിൻ്റെ മീനിങ് ആണ് ഈ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ മറ്റൊരു വേരിയബിളിനെ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സെയിൽസും അഡ്വർടൈസ്മെൻറ്റും. അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആണ്. സെയിൽസ് എന്ന് പറയുന്നത് ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആണ്. കാരണം എന്താണ്? സെയിൽസ് എപ്പോഴും അഡ്വർടൈസ്മെൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. നല്ല അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സെയിൽസ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് എന്ന് പറയുമ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കണം, സ്വതന്ത്രമായിട്ട് നിൽക്കുന്ന വേരിയബിൾ. ഡിപ്പെൻഡൻറ്റ് എന്ന് പറയുമ്പോൾ ഈ ഇൻഡിപെൻഡൻറ്റിനെ ഇങ്ങനെ എന്താണ് ചുറ്റിപ്പറ്റി നിൽക്കുന്ന, അല്ലെങ്കിൽ അതിന് ഒരു താങ്ങായിട്ട് നിൽക്കുന്ന വേരിയബിൾ. ഓക്കെ. ദെൻ 63ാമത്തെ ക്വസ്റ്റ്യൻ, ഡാഷ് എറർ ഈസ് നോൺ ആസ് നോൺ ക്യുമുലേറ്റീവ് എറർ. അപ്പോൾ നോൺ ക്യുമുലേറ്റീവ് എറർ
ഏതാണ് നോൺ ക്യുമുലേറ്റീവ് എറർ എന്ന് പറയുന്നത്? ഓക്കെ, അപ്പോൾ 63ന്റെ ആൻസർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഓപ്ഷൻ എ, അൺബയാസ്ഡ്. അപ്പോൾ അൺബയാസ്ഡ് എറർ ഈസ് നോൺ ആസ് വാട്ട്? നോൺ ക്യുമുലേറ്റീവ് എറർ. അപ്പോൾ നോൺ ക്യുമുലേറ്റീവ് എറർ ആയിട്ടുള്ള എറർ ആണ് എന്ത്? അൺബയാസ്ഡ് എറർ എന്ന് പറയുന്നത്. അപ്പോൾ അൺബയാസ്ഡ് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ആരും സ്വാധീനിക്കാൻ കഴിയാത്ത, അതായത് നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്നതാണ് അൺബയാസ്ഡ്. ബയാസ്ഡ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മളെ സ്വാധീനിക്കാൻ കഴിയുന്നത്. അപ്പോൾ നോൺ ക്യുമുലേറ്റീവ് എറർ ആണ് അൺബയാസ്ഡ് എറർ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ദി ജനറേഷൻ ഓഫ് കണ്ടിന്യൂം അപ്പോൺ വിച്ച് മെഷേർഡ് ഒബ്ജക്ട്സ് ആർ ലൊക്കേറ്റഡ്. അപ്പോൾ ഡാഷ് ഈസ് ദി ജനറേഷൻ ഓഫ് കണ്ടിന്യൂം, അതിൻ്റെ മുകളിലാണ് എന്ത്? അപ്പോൺ വിച്ച് മെഷേർഡ് ഒബ്ജക്ട്സ് ആർ ലൊക്കേറ്റഡ്. മെഷേർഡ് ഒബ്ജക്ട്സ് നമ്മൾ ലൊക്കേറ്റ് ചെയ്യുന്നത് ഏതാണ്? അപ്പോൾ റാങ്കിങ് ആണോ, മെഷർമെൻ്റ് ആണോ, സ്കെയിലിംഗ് ആണോ, റേറ്റിംഗ് ആണോ എന്നുള്ളത്. അപ്പോൾ റാങ്കിങ് എന്താണ്? റാങ്കിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ റാങ്ക്സ് പ്രൊവൈഡ് ചെയ്യണം അല്ലേ ഓരോ വേരിയബിളിന്. മെഷർമെൻറ്റ് എന്ന് പറഞ്ഞാൽ റാങ്ക് ഒക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ മെഷർ ചെയ്യണം. സ്കെയിലിങ്ങും ലൈക്ക് ദാറ്റ് തന്നെയാണ്. റേറ്റിങ്ങും നമ്മൾ അതുപോലെ റേറ്റ് ഒക്കെ കൊടുക്കുന്ന ഒരു പ്രോസസ്സാണ്. പക്ഷേ ഇവിടെ എന്താണ്? ഡാഷ് ഈസ് ദി ജനറേഷൻ, ദാറ്റ് ഈസ് സ്കെയിലിംഗ് ആണ് ഇത്. അപ്പോൾ 64ന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി, സ്കെയിലിംഗ് ആണ്. അതായത് സ്കെയിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് ദി ജനറേഷൻ ഓഫ് കണ്ടിന്യൂം അപ്പോൺ വിച്ച് മെഷേർഡ് ഒബ്ജക്ട്സ് ആർ ലൊക്കേറ്റഡ്. അപ്പോൾ അതിൻ്റെ ഒരു ഡെഫിനിഷനാണ് ഈ തന്നിട്ടുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 65ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വെൻ എ ഡാഷ് സ്കെയിൽ ഈസ് യൂസ്ഡ് ഫോർ ദി പർപ്പസ് ഓഫ് ദി ഐഡൻറ്റിഫിക്കേഷൻ ദർ ഈസ് സ്ട്രിക്റ്റ് 1-to-1 കറസ്പോണ്ടൻസ് ബിറ്റ്വീൻ ദി നമ്പേഴ്സ് ആൻഡ് ദി ഒബ്ജക്ട്സ്. ഓക്കെ, അപ്പോൾ എന്താ പറയുന്നത്? അതായത് ഐഡൻറ്റിഫിക്കേഷൻ്റെ പർപ്പസിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സ്കെയിലാണ്. അപ്പോൾ അവിടെ ദർ ഇസ് എ സ്ട്രിക്റ്റ് 1-to-1 കറസ്പോണ്ടൻസ്. അപ്പോൾ ഒരു 1-to-1 കറസ്പോണ്ടൻസ് ഉണ്ടാവും എന്തിൻ്റെ ഇടക്ക്? ബിറ്റ്വീൻ ദി നമ്പേഴ്സ് ആൻഡ് ദി ഒബ്ജക്ട്സ്. അപ്പോൾ നമ്പേഴ്സിനടക്കും ഒബ്ജക്ട്സിനടക്കും ഒരു 1-to-1 കറസ്പോണ്ടൻസ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. അത് നമ്മൾ ഈ സ്കെയിൽ യൂസ് ചെയ്യുന്നത് എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ്? ഫോർ ദി പർപ്പസ് ഓഫ് ഐഡൻറ്റിഫിക്കേഷൻ. എങ്കിൽ ആ സ്കെയിൽ ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഡിഫറെൻറ്റ് സ്കെയിൽസ് തന്നിട്ടുണ്ട്. നോമിനൽ സ്കെയിൽ ഉണ്ട്, ഓർഡിനൽ സ്കെയിൽ ഉണ്ട്, ഇൻ്റർവെൽ സ്കെയിൽ ഉണ്ട്, റേഷ്യോ സ്കെയിൽ ഉണ്ട്. അപ്പോൾ ഏത് സ്കെയിലാണ് വരിക? ദാറ്റ് ഈസ് നോമിനൽ സ്കെയിലാണ് വരിക. അപ്പോൾ നോമിനൽ സ്കെയിൽ എന്ന് പറയുമ്പോൾ അവിടെ നമ്പേഴ്സ് ആണ്, നമ്മൾ കറസ്പോണ്ടൻസ് ആയിട്ട് വരുന്നത് നമ്പേഴ്സ് ആണ്. ഒരു ഒബ്ജക്റ്റിന് അല്ലെങ്കിൽ ഇപ്പം നമുക്ക് എന്തിനാണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്, അതിന് കറസ്പോണ്ടൻസ് ആയിട്ട് വരുന്നത് നമ്പേഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ അതാണ് എന്തെന്ന് പറയുന്നത്? നോമിനൽ സ്കെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ നോമിനൽ സ്കെയിൽ നമുക്ക് എളുപ്പമാണ് ഇത് ഓർത്ത് വെക്കാൻ. അതായത് കറസ്പോണ്ടൻസ് ബിറ്റ്വീൻ ദി നമ്പേഴ്സ് ആൻഡ് ദി ഒബ്ജക്ട്സ്. ആ ഒബ്ജക്ട്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒബ്ജക്ട്സിൻ്റെ കറസ്പോണ്ടൻ്റ് ആയിട്ട് വരുന്നത് നമ്പേഴ്സ് ആണെങ്കിൽ അത് എന്ത് സ്കെയിലാണ്? നോമിനൽ സ്കെയിലാണ്. ഓക്കെ, ഇനി ഓർഡിനൽ സ്കെയിൽ എന്ന് പറഞ്ഞാൽ റാങ്കിങ് സ്കെയിലാണ്. നമ്മൾ ഒബ്ജക്ട്സിനെ നമ്മളൊരു ഓർഡർ ആയിട്ട് കാണിക്കാന്നുണ്ടെങ്കിൽ അതാണ് റാങ്കിങ് സ്കെയിൽ. റാങ്ക് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് റാങ്കിങ് സ്കെയിൽ. ഇൻ്റർവെൽ സ്കെയിൽ എന്ന് പറഞ്ഞാൽ ഒബ്ജക്ട്സ് തമ്മിലുള്ള ഡിഫറൻസ്, വേരിയേഷൻ കാണിക്കുന്നതാണ് ഇൻ്റർവെൽ സ്കെയിൽ. റേഷ്യോ സ്കെയിൽ എന്ന് പറഞ്ഞാൽ അത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കുന്നത്. ഓക്കെ, അപ്പം ഒരു ഒബ്ജക്റ്റിന് കറസ്പോണ്ടൻ്റ് ആയിട്ട് നമ്പർ വരികയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്? നോമിനൽ സ്കെയിലാണ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 66ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് നോട്ട് പെർമിസിബിൾ വിത്ത് നോമിനലി സ്കെയിൽഡ് ഡാറ്റ. അപ്പോൾ താഴെ തന്നിട്ടുള്ളതിൽ ഏത് സ്റ്റാറ്റിസ്റ്റിക് ആണ് നോമിനലി സ്കെയിൽഡ് ഡാറ്റയ്ക്ക് നോട്ട് പെർമിസിബിൾ ആയിട്ടുള്ളത്, പെർമിഷൻ ഇല്ലാത്തത് എന്നാണ്. അപ്പോൾ chi-square ആണോ, മീഡിയൻ ആണോ, റേഞ്ച് ആണോ എന്നുള്ളത്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഡി ആണ്. ദാറ്റ് ഈസ് ബോത്ത് ബി ആൻഡ് സി ആർ നോട്ട് പെർമിസിബിൾ. അതായത് മീഡിയനും റേഞ്ചും എന്തല്ല? പെർമിസിബിൾ അല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, റേഞ്ച് എന്ന് പറയുന്നത് H-L ആണ്. ഹയസ്റ്റ് വാല്യൂ ലോവസ്റ്റ് വാല്യൂ തമ്മിലുള്ള ഡിഫറൻസ്. മീഡിയനെ അറിയാലോ, മിഡ് വാല്യൂ നമ്മൾ എടുക്കുക, ആവറേജ് ആയിട്ട് എടുക്കുന്നതാണ് മീഡിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ബോത്ത് ബി ആൻഡ് സി എന്താണ്? നോട്ട് പെർമിസിബിൾ ആണ്. പെർമിസിബിൾ ആയിട്ടുള്ളത് chi-square മാത്രമാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 67, ഇൻ ബിസിനസ് റിസർച്ച് ആറ്റിറ്റ്യൂഡിനൽ ഡാറ്റ ഒബ്റ്റൈൻഡ് ഫ്രം റേറ്റിംഗ് സ്കെയിൽസ് ആർ ഓഫൺ ട്രീറ്റഡ് ആസ് ഡാഷ് ഡാറ്റ. അപ്പോൾ ബിസിനസ് റിസർച്ചിൽ ആറ്റിറ്റ്യൂഡിനൽ ഡാറ്റ ഒബ്റ്റൈൻഡ് ഫ്രം റേറ്റിംഗ് സ്കെയിൽസ് ആണ്. അപ്പോൾ റേറ്റിംഗ് സ്കെയിൽസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ആറ്റിറ്റ്യൂഡിനൽ ഡാറ്റ അതിനെ ട്രീറ്റ് ചെയ്യുന്നത് ഡാഷ് ഡാറ്റ ആയിട്ടാണ്. ഏത് ഡാറ്റ ആയിട്ടാണ് എന്നുള്ളതാണ്. അപ്പോൾ 67ന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി, ഇൻ്റർവെൽ ഡാറ്റ. ഓക്കെ, ഇതെല്ലാം മെഷർമെൻറ്റ് ആൻഡ് സ്കെയിലിങ്ങിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് കേട്ടോ. അപ്പോൾ 67 ഓപ്ഷൻ സി ആണ്, ഇൻ്റർവെൽ ഡാറ്റ. ദെൻ നെക്സ്റ്റ് 68ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്കെയിൽ ഈസ് നോട്ട് എ ടൈപ്പ് ഓഫ് കമ്പാരറ്റീവ് സ്കെയിൽ. കമ്പാരറ്റീവ് സ്കെയിലിൻ്റെ ടൈപ്പ് അല്ലാത്ത സ്കെയിൽ ഏതാണ്? ഓക്കെ, അപ്പോൾ 68
കമ്പാരറ്റീവ് സ്കെയിലിൻ്റെ ടൈപ്പ് അല്ലാത്ത സ്കെയിൽ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് ആൻസർ. ബോത്ത് എ ആൻഡ് സി. എ എന്ന് പറയുന്നത് സെമാൻറ്റിക് ഡിഫറൻഷ്യൽ സ്കെയിലും സി ലിക്കേർഡ് സ്കെയിലും ആണ്. അപ്പോൾ സിയും എയും എന്തല്ല, കമ്പാരറ്റീവ് സ്കെയിലിൻ്റെ ടൈപ്പ് അല്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദി ടേം ഡാഷ് ഈസ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് മെഷറിംഗ് ഓഫ് സംതിങ്. അതായത് ഇപ്പോൾ ഇവിടെ പറയുന്ന ടേം നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്തെങ്കിലും മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ടേം എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, സ്കെയിലിംഗ്. അപ്പം നമുക്ക് എന്തെങ്കിലും മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത്, സ്കെയിലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്കെയിലിംഗ് ഈസ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് മെഷറിംഗ് ഓഫ് സംതിങ്. അപ്പോൾ എന്തെങ്കിലും മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, സ്കെയിലിംഗ് ആണ്. ഓക്കെ, റേഷ്യോ ആണോ അല്ല, റേറ്റിംഗ് ആണോ അല്ല. അപ്പോൾ സ്കെയിലിംഗ് ആണ് അതിൻ്റെ ആൻസർ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദി ഡാഷ് സ്കെയിൽ പ്ലേസസ് ഇവൻറ്റ്സ് ഇൻ ഓർഡർ. അപ്പോൾ ഇവൻറ്റ്സിനെ ഓർഡറായിട്ട് കാണിക്കുന്നത് ഏത് ടൈപ്പ് സ്കെയിലാണ്? ഓക്കെ, ഇവൻറ്റ്സിനെ ഓർഡറായിട്ട് കാണിക്കുന്നത് ഏത് ടൈപ്പ് സ്കെയിലാണ്? ഇപ്പോൾ നോമിനൽ സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഒബ്ജക്റ്റിനെ കറസ്പോണ്ടിങ് ആയിട്ട് നമ്പേഴ്സിൽ കാണിക്കുന്നതാണ്. ഓർഡിനൽ സ്കെയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്, ഇവൻറ്റ്സിനെ ഓർഡറായിട്ട് കാണിക്കുന്നതാണ്. ഇൻ്റർവെൽ എന്ന് പറയുമ്പോൾ തമ്മിലുള്ള ഡിഫറൻസും റേഷ്യോ എന്ന് പറയുമ്പോൾ അത് തമ്മിലുള്ള റിലേഷനാണ്. അപ്പോൾ 70ൻ്റെ ആൻസർ എന്താണ്? ദാറ്റ് ഈസ് ഓപ്ഷൻ ബി, ഓർഡിനൽ. ഓക്കെ, അപ്പോൾ ഇവിടെ ഓർഡർ ആയിട്ട് ഇവൻറ്റ്സിനെ കാണിക്കുന്നത് ഓർഡിനൽ സ്കെയിലാണ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡാഷ് സ്കെയിൽ ഈസ് യൂസ്ഡ് ടു ഡ്രോ ഔട്ട് യെസ് ഓർ നോ ആൻസർ. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന സ്കെയിൽ, അതായത് യെസ് ഓർ നോ ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട്, ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സ്കെയിൽ ഏതാണ്? ലിക്വിഡ് സ്കെയിലാണോ, റേറ്റിംഗ് സ്കെയിലാണോ, അതേപോലെ തന്നെ ഡിക്കോട്ടമസ് സ്കെയിലാണോ, കാറ്റഗറി സ്കെയിലാണോ? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി, ഡിക്കോട്ടമസ് ആണ്. ഓക്കെ, അപ്പോൾ ഡിക്കോട്ടമസ് ക്വസ്റ്റ്യൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിക്കോട്ടമസ് ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് യെസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻസിന് പറയുന്ന മറ്റൊരു പേരാണ് എന്ത്, ഡിക്കോട്ടമസ് ക്വസ്റ്റ്യൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത്. വട്ട് യു മീൻ ബൈ ഡിക്കോട്ടമസ് ക്വസ്റ്റ്യൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾ യെസ് ഓർ നോ ആൻസർ, യെസ് അല്ലെങ്കിൽ നോ ആൻസർ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസിന് പറയുന്ന പേരാണ് ഡിക്കോട്ടമസ്. അപ്പോൾ ഡിക്കോട്ടമസ് സ്കെയിലാണ് എന്തിന് യൂസ് ചെയ്യുന്നത്? ടു ഡ്രോ ഔട്ട് യെസ് ഓർ നോ ആൻസർ. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 72. ദിസ് ടൈപ്പ് ഓഫ് സ്കെയിൽ മേക്സ് എക്സ്റ്റെൻസീവ് യൂസ് ഓഫ് വേർഡ്സ് റാദർ ദാൻ നമ്പേഴ്സ്. അപ്പോൾ താഴെ പറയുന്ന ഒരു സ്കെയില് നമ്മൾ നമ്പർ യൂസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ അതെന്താണ് യൂസ് ചെയ്യുന്നത്? വേർഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അത് ഏത് ടൈപ്പ് സ്കെയിലാണെന്നുള്ളത് ആൻസർ എന്ന് പറയുന്നത് സെമാൻറ്റിക് സ്കെയിൽസ് ആണ്. സെമാൻറ്റിക് സ്കെയിൽസ് നമ്മൾ ഒരുപാട് ഫീച്ചേഴ്സോ അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങളോ ആണ് കൊടുക്കുക, നമ്പേഴ്സ് അല്ല കൊടുക്കുക. പകരം ഒരു ഫീച്ചറായിട്ടുള്ള അല്ലെങ്കിൽ ഫാക്ടറായിട്ടുള്ള ഓരോ ഇതാണ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ സെമാൻറ്റിക് ആണ്. റേറ്റിംഗ് സ്കെയിലിൽ നമ്മൾ റേറ്റ് ആണ് കൊടുക്കുക. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഇതിൽ തന്നെ കിട്ടും, കുറേ ഓപ്ഷൻ തന്നെ നമുക്ക് കുറേ ആൻസർ കിട്ടും. ന്യൂമറിക്കൽ എന്ന് പറയുമ്പോൾ അവിടെ നമ്പേഴ്സ് ആണ്. റേറ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ നമ്പേഴ്സ് ആണ്. 1 to 5 റേറ്റ് ആണ് കൊടുക്കുക. ലിക്വിഡ് സ്കെയിലും നമ്പറിൻ്റെ അടിസ്ഥാനത്തിലാണ്. 0 to 5 ഒക്കെ നമ്പർ കൊടുത്തിട്ടാണ് വരുന്നത്. സെമാൻറ്റിക്കിൽ മാത്രമാണ് നമ്മൾ കൂടുതൽ വേർഡ്സ് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ അതിൻ്റെ ഓരോ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അതിൽ കാണിക്കുക. ഓക്കെ, അപ്പം നമ്പേഴ്സിനേക്കാൾ കൂടുതൽ വേർഡ്സ് യൂസ് ചെയ്യുന്നത് സെമാൻറ്റിക് സ്കെയിലാണ്. The next question 73. A questionnaire is a device that is most frequently used in collecting dash data. Collecting primary data. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യർ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യാനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് പ്രൈമറി ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാൻഡ് ഡാറ്റയാണ്. അതായത് റിസർച്ചർ നേരിട്ട് കളക്ട് ചെയ്യുന്ന ഡാറ്റേനെയാണ് പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത്. അപ്പോൾ പ്രൈമറി ഡാറ്റ നമുക്ക് 5 മെത്തേഡിലൂടെ പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യാം. ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യർ ആണ്. അതുപോലെ തന്നെ രണ്ടാമത്തത് ഒബ്സർവേഷൻ, 3 സർവേ കണ്ടക്ട് ചെയ്തിട്ട്, 4 ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്തിട്ട്, അഞ്ചാമത്തത് ഷെഡ്യൂള് യൂസ് ചെയ്തിട്ട്. അപ്പോൾ ഇങ്ങനെ 5 മെത്തേഡിലൂടെ നമുക്ക് പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യാം. അപ്പോൾ ക്വസ്റ്റ്യർ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യാനാണ്. സെക്കൻഡറി ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി കളക്ട് ചെയ്ത ഡാറ്റേനെയാണ് സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത്. സെക്കൻഡ് ഹാൻഡ് ഇൻഫർമേഷൻ ആണ്. വേറൊരു റിസർച്ചർ അവരുടെ പർപ്പസിന് വേണ്ടിയിട്ട് കളക്ട് ചെയ്ത ഡാറ്റ നമ്മളുടെ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുകയാണെങ്കിൽ അതാണ് സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 73ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് പ്രൈമറി. ക്വസ്റ്റ്യർ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ,
Then next question, 74th question. These questions are also called fixed alternative questions. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസിന് നമ്മൾ ഫിക്സഡ് ഓൾട്ടർനേറ്റീവ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നുണ്ട്. ഫിക്സഡ് ഓൾട്ടർനേറ്റീവ് ക്വസ്റ്റ്യൻസിന് പറയുന്ന മറ്റൊരു പേരാണ് ക്ലോസ്ഡ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ 74ന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, ക്ലോസ്ഡ്. These questions are also called fixed alternative questions. That is, closed questions are also called fixed alternative questions. Okay. Then next 75th question. Dash questionnaires contain definite, concrete and direct questions. അപ്പം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യനെയർ ഉണ്ട്. അതിൽ ഡെഫിനിറ്റ് അല്ലെങ്കിൽ കോൺക്രീറ്റ് അല്ലെങ്കിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് കാണിക്കുന്ന ക്വസ്റ്റ്യനെയർ ഏതാണ്? അപ്പോൾ 75ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, സ്ട്രക്ചേർഡ് ക്വസ്റ്റ്യനെയർ. ഒരു സ്ട്രക്ചേർഡ് ക്വസ്റ്റ്യനെയർ എന്ന് പറയുമ്പോൾ അതിൽ ഡെഫിനിറ്റ് ആയിട്ട് അതായത് അതിനൊരു പ്രോപ്പർ സ്ട്രക്ചർ ഉണ്ടാവും, ഒരു നല്ല ഘടന ഉണ്ടാവും. അപ്പോൾ അത് മുൻകൂട്ടി നമ്മൾ എന്തൊക്കെ ക്വസ്റ്റ്യന് എപ്പോൾ ചോദിക്കണം എന്നൊക്കെ നമ്മൾ തീരുമാനിച്ചതിന് ശേഷം വെൽ പ്ലാൻഡ് ആയിട്ട് ഒരു ക്വസ്റ്റ്യനെയർ തയ്യാറാക്കുന്നതാണ് സ്ട്രക്ചേർഡ് ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്നത്. അപ്പോൾ അതിലെന്ത് ഇറ്റ് കണ്ടെയ്ൻസ് ഡെഫിനിറ്റ്, കോൺക്രീറ്റ് ആൻഡ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അൺസ്ട്രക്ചേർഡ് എന്ന് പറയുമ്പോൾ അതിന് അങ്ങനെ ഒരു പ്രത്യേകം സ്ട്രക്ചർ ഒന്നും ഉണ്ടാവില്ല, നമുക്ക് തോന്നുന്ന ക്വസ്റ്റ്യൻസ് നമ്മളപ്പോൾ അങ്ങനെ ചോദിക്കും. ദെൻ ക്ലോസ്ഡ് ഫോം എന്ന് പറയുന്നതും അങ്ങനെയാണ്. അതായത് നമുക്ക് അവിടെ ഒരു ഫിക്സഡ് ഓൾട്ടർനേറ്റീവ് ക്വസ്റ്റ്യൻസിനെയാണ് ശരിക്ക് ക്ലോസ്ഡ്. നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ ഫിക്സഡ് ഓൾട്ടർനേറ്റീവ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അതായത് ഓൾട്ടർനേറ്റീവ് ആൻസേഴ്സ് അവിടെ കൊടുത്തിട്ടുണ്ടാവും, അത് നമ്മൾ എടുക്കുക എന്നുള്ളതാണ്. അവിടെ ആൻസർ ക്ലോസ്ഡ് ആയിരിക്കും, അതാണ് ഈ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ സ്ട്രക്ചേർഡ് ക്വസ്റ്റ്യനെയർ കണ്ടെയ്ൻസ് ഡെഫിനിറ്റ്, കോൺക്രീറ്റ് ആൻഡ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ 75ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് സ്ട്രക്ചേർഡ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 76ാമത്തെ ക്വസ്റ്റ്യൻ. ഡാറ്റ പ്രോസസ്സിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ്. ഡാറ്റ പ്രോസസ്സിംഗ് കൺസിസ്റ്റ് ഓഫ് ഡാഷ് കോഡിംഗ് ആൻഡ് ടാബുലേഷൻ. അപ്പോൾ എന്താണ് ഡാറ്റ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡാറ്റ പ്രോസസ്സിംഗ് കൺസിസ്റ്റ് ഓഫ് എഡിറ്റിംഗ്, കോഡിംഗ് ആൻഡ് ടാബുലേഷൻ. അപ്പോൾ 76ാമത്തെ ക്വസ്റ്റ്യൻ അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ, എഡിറ്റിംഗ് ആണ്. അപ്പോൾ ഡാറ്റ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റ പ്രോസസ്സ് ചെയ്യുക. ഡാറ്റ പ്രോസസ്സിങ്ങിൽ 5 സ്റ്റെപ്സ് ആണുള്ളത്. ഇത് കൂടാതെ ഇനി 3 സ്റ്റെപ്സ് ഉണ്ട്. അതായത് ഡാറ്റ പ്രോസസ്സിംഗ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡാറ്റ എഡിറ്റിംഗ് ആണ്. സെക്കൻഡ് സ്റ്റെപ്പ് ഡാറ്റ കോഡിംഗ്, മൂന്നാമത്തെ സ്റ്റെപ്പ് ഡാറ്റ ക്ലാസിഫിക്കേഷൻ, നാലാമത്തെ സ്റ്റെപ്പ് ഡാറ്റ ടാബുലേഷൻ, അഞ്ചാമത്തെ സ്റ്റെപ്പ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡാറ്റ. അപ്പോൾ ഇങ്ങനെ 5 സ്റ്റെപ്പാണ് വരുന്നത്. അതായത് എഡിറ്റിംഗ്, കോഡിംഗ്, ക്ലാസിഫിക്കേഷൻ, ടാബുലേഷൻ ആൻഡ് ഗ്രാഫിക് റെപ്രസെൻറ്റേഷൻ. ഇവിടെ നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ളത് ഡാറ്റ പ്രോസസ്സിംഗ് കൺസിസ്റ്റ് ഓഫ് ഡാഷ് കോഡിംഗ് ആൻഡ് ടാബുലേഷൻ ആണ്. അപ്പോൾ ഡാറ്റ പ്രോസസ്സിംഗ് കൺസിസ്റ്റ് ഓഫ് എഡിറ്റിംഗ്, കോഡിംഗ്, ആൻഡ് ടാബുലേഷൻ. ഇതിൽ ക്ലാസിഫിക്കേഷൻ ഇൻക്ലൂഡഡ് ആണ്, പക്ഷേ ഇവിടെ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ അല്ലേ ഡാഷ് തന്നിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പാണ് എന്ത്? ഒന്നാമത്തെ സ്റ്റെപ്പ് അല്ലെങ്കിൽ സ്റ്റേജ് എഡിറ്റിംഗ് ആണ്. അത് കഴിഞ്ഞിട്ട് കോഡിംഗ്, പിന്നെ ക്ലാസിഫിക്കേഷൻ, പിന്നെ ടാബുലേഷൻ. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എഡിറ്റിംഗ് ആണ്. ഓക്കെ, ദെൻ the next 77ാമത്തെ question. Dash helps to become the data accurate, consistent with the intent of the question and other information in the survey, and to see the data is complete in all respect. അപ്പോൾ ഡാഷ് ഹെൽപ്സ് ടു ബിക്കം ദി ഡാറ്റ ആക്യുറേറ്റ്. അപ്പോൾ ആക്യുറേറ്റ്, നമുക്ക് ഡാറ്റ ആക്യുറേറ്റ് ആവാൻ അല്ലെങ്കിൽ ഡാറ്റ കൺസിസ്റ്റൻ്റ് ആവാൻ വിത്ത് ദി ഇൻറ്റൻറ്റ് ഓഫ് ദി ക്വസ്റ്റ്യൻ ആൻഡ് അതർ ഇൻഫോർമേഷൻ ഇൻ ദി സർവേ. അപ്പോൾ സർവേയിലുള്ള ക്വസ്റ്റ്യൻ്റെ അല്ലെങ്കിൽ മറ്റ് ഇൻഫോർമേഷൻ്റെ ഇൻറ്റൻറ്റ് അനുസരിച്ചിട്ട് അപ്പോൾ ഡാറ്റ എത്രത്തോളം ആക്യുറേറ്റ് ആണ്, കൺസിസ്റ്റൻ്റ് ആണ് എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഡാറ്റ കംപ്ലീറ്റ് ഇൻ ഓൾ റെസ്പെക്റ്റ് ആണ് എന്നുള്ളത് അറിയാൻ പറ്റുന്ന ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ് എന്നുള്ളതാണ്. അതായത് ഡാറ്റ കോഡിംഗ് ആണോ, ടാബുലേഷൻ ആണോ, എഡിറ്റിംഗ് ആണോ, ക്ലാസിഫിക്കേഷൻ ആണോ? ഏതായിരിക്കും? എഡിറ്റിംഗ് ആണ്. ഓക്കെ, അപ്പോൾ കോഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡിറ്റഡ് ഡാറ്റേനെ നമ്മൾ കോഡിലേക്ക്, ഒരു കോഡ് നമുക്കൊന്നും കൂടി മനസ്സിലാവുന്ന രീതിയിൽ ഒരു സീക്രട്ട് കോഡ് നൽകുന്നതാണ് കോഡിംഗ് എന്ന് പറയുന്നത്. ഇനി
എഡിറ്റ് ചെയ്തിട്ടുള്ള ഡാറ്റേനെ നമ്മൾ അതിൻ്റെ നേച്ചറോ അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും ഒരു ഫീച്ചർ അനുസരിച്ചിട്ട് ക്ലാസിഫൈ ചെയ്യുന്നതാണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഈ ക്ലാസിഫൈ ചെയ്ത ഡാറ്റേനെ ടേബിളായിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് ടേബുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഓപ്ഷൻ സി, എഡിറ്റിംഗ് ആണ്. അപ്പോൾ എഡിറ്റിംഗ് ഹെൽപ്സ് ടു ബിക്കം ദി ഡാറ്റ ആക്യുറേറ്റ്. എഡിറ്റിങ്ങിലൂടെ നമുക്ക് ഡാറ്റ ആക്യുറേറ്റ് ആണെന്നുള്ളതും ഡാറ്റ കൺസിസ്റ്റൻ്റ് ആണെന്നുള്ളതും ഒക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൽ തന്നിട്ടുള്ള ക്വസ്റ്റ്യനും മറ്റ് ഇൻഫോർമേഷനും അനുസരിച്ചിട്ടാണ് നമ്മൾ ഡാറ്റ ആക്യുറേറ്റ് ആണോ കൺസിസ്റ്റൻ്റ് ആണോ എന്നുള്ളത് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ 77ാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് എഡിറ്റിംഗ്. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ദി പ്രോസസ് ഓഫ് അസൈനിങ് ഫിഗേഴ്സ് ഓർ other symbols to answers so that responses can be put into a limited number of categories or classes. അപ്പോൾ ഡാഷ് ഈസ് ദി പ്രോസസ് ഓഫ് അസൈനിങ് ഫിഗേഴ്സ് ഓർ അതർ സിമ്പിൾ ടു ആൻസേഴ്സ്. അപ്പോൾ നമ്മളുടെ ക്വസ്റ്റ്യനറിലുള്ള ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ ആ ആൻസേഴ്സിന് നമ്മൾ ഒരു ഫിഗറോ അല്ലെങ്കിൽ സിമ്പിൾസോ അസൈൻ ചെയ്യുന്നത് എന്ത് പ്രോസസ്സാണ്? അപ്പോൾ അങ്ങനെ അസൈൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ 78ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ബി, കോഡിംഗ് ആണ്. എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം നമ്മൾ ഈ 77ാമത്തേൽ പറഞ്ഞ സംഭവം. അപ്പോൾ എഡിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയിട്ടുള്ള ക്വസ്റ്റ്യനിയറിന് നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റ അല്ലെങ്കിൽ നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള മൊത്തം ഡാറ്റ, ആ ഡാറ്റയിൽ റിസർച്ചറിന് അയാളുടെ ഒബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ട് ഒബ്ജക്റ്റീവ് അനുസരിച്ചിട്ട് ആവശ്യമായിട്ടുള്ള ഡാറ്റ എടുത്തിട്ട് മറ്റുള്ള ഡാറ്റയ്ക്ക് നമ്മൾ ഒമിറ്റ് ചെയ്യുന്നതാണ് എഡിറ്റിംഗ് എന്ന് പറയുന്നത്. ഈ എഡിറ്റ് ചെയ്തിട്ടുള്ള ഡാറ്റേനെ നമ്മൾ കുറച്ചും കൂടിയും മനസ്സിലാവുന്ന രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്യുക. അതായത് അതിന് ഫിഗേഴ്സോ അല്ലെങ്കിൽ സിമ്പിൾസോ അല്ലെങ്കിൽ മറ്റ് നമ്പറോ എന്തെങ്കിലുമൊക്കെ ഒരു കോഡ് നമ്മൾ കൊടുക്കുന്നതാണ് കോഡിംഗ് എന്ന് പറയുന്നത്. കോഡ് ചെയ്തിട്ടുള്ളതിനെ നമ്മളൊരു ടേബിളിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് ടാബുലേഷൻ. ക്ലാസിഫിക്കേഷനൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ബി ആണ്, കോഡിംഗ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 79ാമത്തെ ക്വസ്റ്റ്യൻ, data classified on the basis of some attributes are known as dash classification. അപ്പോൾ ഡാറ്റേനെ നമ്മൾ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരു രീതിയാണ് ഓൺ ദി ബേസിസ് ഓഫ് സം ആട്രിബ്യൂട്ട്സ്. അപ്പോൾ ചില ആട്രിബ്യൂട്ടിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഡാറ്റേനെ കളക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഏത് ടൈപ്പ് ഡാറ്റ ക്ലാസിഫിക്കേഷൻ ആണ്? അതായത് ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ ആണ്. അപ്പോൾ 79 ഓപ്ഷൻ എ, ക്വാളിറ്റേറ്റീവ്. ഓക്കെ, അപ്പോൾ ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷനിൽ നമ്മൾ ഡാറ്റേനെ ക്ലാസിഫൈ ചെയ്യുന്നത് ചില ആട്രിബ്യൂട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 80ാമത്തെ ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ദി പ്രോസസ് ഓഫ് സമ്മറൈസിങ് റോ ഡാറ്റ ആൻഡ് ഡിസ്പ്ലേയിങ് ഇറ്റ് ഇൻ എ കോമ്പാക്റ്റ് ഫോം ഫോർ ഫർദർ അനലൈസിസ്. അപ്പോൾ ഫർദർ അനലൈസിസിന് വേണ്ടിയിട്ട് നമ്മൾ ഡാറ്റേനെ, ഒരു റോ ഡാറ്റേനെ നമ്മളൊരു സമ്മറൈസ്ഡ് ഫോമിലേക്ക് വരുത്തുന്നത് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന പ്രോസസ്സ് ഏതാണ് എന്നുള്ളതാണ്. അപ്പോൾ 80ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി, ടാബുലേഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ എഡിറ്റിംഗ് എന്താന്ന് പറഞ്ഞു, കോഡിംഗ് എന്താന്ന് പറഞ്ഞു, ഇപ്പോൾ ടാബുലേഷൻ എന്താണെന്ന് പറയാണ്. അപ്പോൾ ടാബുലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ടേബിളായിട്ട് അതിനെ കൺവേർട്ട് ചെയ്യുക. അപ്പോൾ ടാബുലേഷൻ ഈസ് ദി പ്രോസസ് ഓഫ് സമ്മറൈസ് ചെയ്യാണ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് എ ഡാഷ് ഈസ് എ ഗ്രാഫിക്കൽ ഡിസ്പ്ലേ ഓഫ് ടാബുലേറ്റഡ് ഫ്രീക്വൻസീസ്. അപ്പോൾ ടാബുലേറ്റഡ് ഫ്രീക്വൻസീസിൻ്റെ ഒരു ഗ്രാഫിക്കൽ ഡിസ്പ്ലേനെ നമ്മൾ പറയുന്നത് എന്താണ്? ഗ്രാഫിക്കൽ ഡിസ്പ്ലേനെ പറയുന്നത് അത് സ്റ്റാറ്റിസ്റ്റിക്സിലാണ്. ഹിസ്റ്റോഗ്രാം ആണോ, ബാർ ഡയഗ്രാം ആണോ? അതേപോലെ തന്നെ രണ്ട് ഹിസ്റ്റോഗ്രാമും കൊടുത്തിട്ടുണ്ട്, നൺ ഓഫ് ദിസ്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്? സ്റ്റാറ്റിസ്റ്റിക്സിൽ എ ഡാഷ് ഈസ് എ ഗ്രാഫിക്കൽ ഡിസ്പ്ലേ, ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ടാബുലേറ്റഡ് ഫ്രീക്വൻസീസ് ആണ്. അപ്പോൾ ഫ്രീക്വൻസീനെ നമ്മൾ ഗ്രാഫിക്കലി ഡിസ്പ്ലേ ചെയ്യുന്നത്, അതിൻ്റെ ഒരു ഗ്രാഫ് തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ 81ൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? സി, ഹിസ്റ്റോഗ്രാം. ഹിസ്റ്റോഗ്രാമിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഫ്രീക്വൻസീസ് കാണിക്കണം. ഹിസ്റ്റോഗ്രാം എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് നമ്മളത് വരക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതാണ് ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നത്. ബാർ ചാർട്ട് ഉണ്ട്, ഇതുപോലെയാണ്. ഇതിങ്ങനെ വിട്ടിട്ടായിരിക്കും ബാർ ചാർട്ട്. അത് അടുപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്തായി മാറി? ഹിസ്റ്റോഗ്രാമായി മാറി. ഹിസ്റ്റോഗ്രാമിൽ നമ്മൾ കാണിക്കുന്നത് എന്താണ്? ഫ്രീക്വൻസീസ് ആണ്, ടേബുലേറ്റഡ് ഫ്രീക്വൻസീസ് ആണ്. ഓക്കെ, ഡാറ്റ അനലൈസിസിലേക്കാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ദാറ്റ് ഈസ് 82ാമത്തെ ക്വസ്റ്റ്യൻ. ഇഫ് ദി സ്റ്റഡി ഈസ് റിലേറ്റഡ് വൺ വേരിയബിൾ ഇറ്റ് ഈസ് കോൾഡ് ഡാഷ് അനലൈസിസ്. അപ്പം നമ്മളുടെ സ്റ്റഡി റിലേറ്റ് ചെയ്തിട്ടുള്ളത് ഒരു വേരിയബിളിനെയാണെന്നുണ്ടെങ്കിൽ അതിനെ യൂണിവേരിയേറ്റ് എന്നാണ് പറയുക. അപ്പം
ഇത് ഡാറ്റ അനലൈസിസിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഡാറ്റ അനലൈസിസിൽ നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് അനലൈസിസും ഇൻഫറൻഷ്യൽ അനലൈസിസും ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മളുടെ ഡാറ്റ അനലൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്റ്റഡി റിലേറ്റ് ചെയ്തിട്ടുള്ളത് ഒരൊറ്റ വേരിയബിളിനെ ബേസ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ അതിനെ യൂണിവേരിയേറ്റ് അനലൈസിസ് അല്ലെങ്കിൽ യൂണി ഡയമെൻഷണൽ അനലൈസിസ് എന്ന് പറയും. യൂണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1. ഓക്കെ. ഇനി 2 വേരിയബിൾ റിലേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ അതിനെ ബൈവേരിയേറ്റ് അനലൈസിസ് എന്നും 2ൽ കൂടുതൽ അതായത് 3ഓ അതിലധികമോ വേരിയബിൾ ആണെന്നുണ്ടെങ്കിൽ അതിനെ മൾട്ടി വേരിയേറ്റ് അനലൈസിസ് എന്നാണ് പറയുന്നത്. അപ്പോൾ 3 അനലൈസിസ് ആണ് വരിക. ഒന്ന് യൂണിവേരിയേറ്റ് അല്ലെങ്കിൽ യൂണി ഡയമെൻഷനൽ, 2 ബൈവേരിയേറ്റ് അല്ലെങ്കിൽ ബൈ ഡയമെൻഷനൽ, 3 മൾട്ടി വേരിയേറ്റ് അനലൈസിസ്. അപ്പോൾ യൂണിവേരിയേറ്റ് അനലൈസിസ് എന്ന് പറയുന്നത് നമ്മളുടെ സ്റ്റഡി ഒരു വേരിയബിൾ റിലേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ അത് യൂണിവേരിയേറ്റ് അനലൈസിസ് ആണ്. ഓക്കെ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ 83ാമത്തത്, ഡാഷ് ഈസ് ദി മിഡിൽ വാല്യൂ ഇൻ ദി ഡിസ്ട്രിബ്യൂഷൻ വെൻ ഇറ്റ് ഈസ് അറേഞ്ച്ഡ് ഇൻ ഡിസെൻഡിങ് ഓർ അസെൻഡിങ് ഓർഡർ. അപ്പോൾ ഡിസെൻഡിങ് അല്ലെങ്കിൽ അസെൻഡിങ് ഓർഡറിൽ നമ്മൾ തന്നിട്ടുള്ള ഡിസ്ട്രിബ്യൂഷനെ ഡാറ്റേനെ നമ്മൾ അറേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മിഡ് വാല്യൂവിനെ നമ്മൾ പറയുന്ന പേര്, അതായത് മിഡ് വാല്യൂ നമ്മൾ ആവറേജ് ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ആ മിഡ് വാല്യൂവിനെ പറയുന്ന പേര് എന്താണ്? മീഡിയൻ ആണ് അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് മീൻ ഉണ്ട്, മീഡിയൻ ഉണ്ട്, മോഡ് ഉണ്ട്. അപ്പോൾ മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആവറേജ്, അരിതമെറ്റിക് മീൻ അല്ലേ, ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യാണ്. അതായത് നമ്മൾ ടോട്ടൽ എത്ര ഫിഗർ ഉണ്ടോ അത് ഡിവൈഡഡ് ബൈ അതിൻ്റെ ഇപ്പം നമുക്ക് തന്നിട്ടുള്ള ഡിസ്ട്രിബ്യൂഷനിൽ ടോട്ടൽ എത്ര നമ്പേഴ്സ് ഉണ്ടോ ആ നമ്പേഴ്സൊക്കെ ആഡ് ചെയ്യും. എന്നിട്ട് അത് ഡിവൈഡഡ് ബൈ എത്ര നമ്പർ ഉണ്ടോ അതായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് മീൻ കിട്ടും. അതുപോലെ തന്നെ മീഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസെൻഡിങ് അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ അതിനെ ഡിവൈഡ് ചെയ്തിട്ട് അതിൽ ഏറ്റവും നടുവിലുള്ളതാണ് നമ്മൾ മീഡിയൻ ആയിട്ട് എടുക്കുന്നത്. മോഡ് പറയുന്നത് ഫ്രീക്വൻസി ഏറ്റവും കൂടുതലുള്ളതിന് നമ്മൾ മോഡായിട്ട് എടുക്കും. റേഞ്ച് എന്ന് പറയുമ്പോൾ ഹയസ്റ്റ് വാല്യൂവും ലോവസ്റ്റ് വാല്യൂവും തമ്മിലുള്ള ഡിഫറൻസ് റേഞ്ച് ആയിട്ടും വരും. ഓക്കെ. അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? മീഡിയൻ ആണ്. അപ്പോൾ ഒരു ഡിസ്ട്രിബ്യൂഷന് നമ്മൾ ഡിസെൻഡിങ്ങോ അല്ലെങ്കിൽ അസെൻഡിങ് ഓർഡറിലോ ആക്കിയിട്ട് അതിൻ്റെ മിഡ് വാല്യൂ എടുക്കുന്നതിനാണ് മീഡിയൻ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 84, ഡാഷ് ഈസ് ദി മോസ്റ്റ് കോമൺ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി. സെൻട്രൽ ടെൻഡൻസി ഏറ്റവും കൂടുതൽ, അതായത് നമ്മൾ മോസ്റ്റ് കോമൺ ആയിട്ട് മെഷർ ചെയ്യുന്ന സെൻട്രൽ ടെൻഡൻസി ഏതാണ്? സെൻട്രൽ ടെൻഡൻസി ഏതാണ്? അത് ഓപ്ഷൻ സി, മീൻ ആണ്. ഓക്കെ. സെൻട്രൽ ടെൻഡൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യാണ്. അപ്പോൾ ഏറ്റവും കോമൺ ആയിട്ട് അഡോപ്റ്റ് ചെയ്തിട്ടുള്ള സെൻട്രൽ ടെൻഡൻസി, മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി അല്ലെങ്കിൽ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യുന്ന മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത് മീൻ ആണ്. മീനിനെ നമ്മൾ എന്ത് പറയും? അരിത്മെറ്റിക് മീൻ എന്ന് പറയും. ഓക്കെ. ദെൻ നെക്സ്റ്റ് 85ാമത്തെ ക്വസ്റ്റ്യൻ, വെൻ ദി സ്റ്റഡി ഈസ് റിലേറ്റഡ് വിത്ത് മോർ ദാൻ 2 വേരിയബിൾ ഇറ്റ് ഈസ് ടേംഡ് ആസ് ഡാഷ് അനലൈസസ്. അപ്പം നമ്മളുടെ സ്റ്റഡി 2ൽ കൂടുതൽ മോർ ദാൻ 2 വേരിയബിൾ ആണ്, 2ൽ കൂടുതൽ വേരിയബിൾ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്റ്റഡി ഏത് അനലൈസസ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ യൂണിവേരിയേറ്റ് അനലൈസസ് ആണോ, ബൈവേരിയേറ്റ് ആണോ, മൾട്ടിവേരിയേറ്റ് ആണോ, കോസൽ അനലൈസസ് ആണോ? അപ്പോൾ ഏതാണ് വരിക? മൾട്ടിവേരിയേറ്റ് അനലൈസിസ് ആണ്. കാരണം എന്താണ്? മോർ ദാൻ 2 വേരിയബിൾ ആണ്. മോർ ദാൻ 2 വേരിയബിൾ ആണെങ്കിൽ മൾട്ടിവേരിയേറ്റും, 1 വേരിയബിൾ ആണെങ്കിൽ യൂണി ഡയമെൻഷനിലും, 2 വേരിയബിൾ ആണെന്നുണ്ടെങ്കിൽ ബൈവേരിയേറ്റും ആണ് വരുന്നത്. അപ്പോൾ 85ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഓപ്ഷൻ ബി, മൾട്ടിവേരിയേറ്റ്. ഇനി നെക്സ്റ്റ് 86, ഡാഷ് റിപ്പോർട്ട് ഈസ് എ റിപ്പോർട്ട് പ്രിപ്പയർഡ് ഫോർ എ ലേമാൻ. ഓക്കെ. അപ്പോൾ ലേമാൻ എന്ന് പറഞ്ഞാൽ ഒരു സാധാരണക്കാരൻ പ്രിപ്പയർ ചെയ്യുന്ന റിപ്പോർട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോപ്പുലർ റിപ്പോർട്ട് എന്ന് പറയുന്നത്. 86ൻ്റെ ആൻസർ ബി, പോപ്പുലർ റിപ്പോർട്ട്. അപ്പോൾ റിപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എസ്എ ആയിട്ടൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ റിപ്പോർട്ടിലേക്ക് എത്തി, റിസർച്ച് റിപ്പോർട്ട്. അപ്പോൾ അതിൽ ടെക്നിക്കൽ റിപ്പോർട്ടുണ്ട്. ടെക്നിക്കൽ റിപ്പോർട്ടും പോപ്പുലർ റിപ്പോർട്ടും എപ്പോഴും എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. ടെക്നിക്കൽ റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ റിസർച്ചിൻ്റെ ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന, അവർക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതാണ് ടെക്നിക്കൽ റിപ്പോർട്ട്. ടെക്നിക്കൽ റിപ്പോർട്ടിൽ അപ്പോൾ മറ്റ് റിസർച്ച് കണ്ടക്ട് ചെയ്യുന്ന ആൾക്കാരോ അല്ലെങ്കിൽ റിസർച്ച് ഇപ്പോൾ PhD സ്കോളേഴ്സ് ഉണ്ടാവും, അവർക്കൊക്കെ റെഫർ ചെയ്യാനൊക്കെ വേണ്ടി തയ്യാറാക്കുന്നതാണ് ടെക്നിക്കൽ റിപ്പോർട്ട്. അപ്പോൾ അതിൽ നമ്മൾ ആ റിസർച്ചിന് യൂസ് ചെയ്തിട്ടുള്ള മെത്തേഡ്സ്, അതിൻ്റെ മെത്തഡോളജി, അതെങ്ങനെയാണ് റിസർച്ച് നടത്തി, അങ്ങനെ അതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ, സാങ്കേതികപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വ്യക്തമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും ടെക്നിക്കൽ റിപ്പോർട്ടിൽ. പോപ്പുലർ റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണക്കാരന് മനസ്സിലാവേണ്ട രീതിയിൽ സിമ്പിൾ ലാംഗ്വേജിൽ സിമ്പിളായിട്ട് അതിൻ്റെ സാങ്കേതിക വശങ്ങളൊന്നും മെൻഷൻ ചെയ്യാതെ തയ്യാറാക്കുന്ന റിപ്പോർട്ടാണ് എന്ത്? ഈ പോപ്പുലർ റിപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ, പോപ്പുലർ റിപ്പോർട്ട് ഈസ് എ റിപ്പോർട്ട് പ്രിപ്പയർഡ് ഫോർ എ ലേമാൻ. അപ്പോൾ 86 ബി, പോപ്പുലർ റിപ്പോർട്ട്. Then 87ാമത്തെ ക്വസ്റ്റ്യൻ, എ ഡാഷ് ഈസ് എ ലിസ്റ്റ് ഓഫ് ദി സോഴ്സസ് യൂസ്ഡ് ബൈ ദി റിസർച്ചർ ടു ഗെറ്റ് ഇൻഫോർമേഷൻ ഫോർ റിസർച്ച് റിപ്പോർട്ട്. അപ്പം
റിസർച്ച് റിപ്പോർട്ടിനെ കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് റിസർച്ചർ ഒരു ലിസ്റ്റ് ഓഫ് ദി സോഴ്സ് യൂസ് ചെയ്യും. അതിന് പറയുന്ന പേര് എന്താണ്? ബിബ്ലിയോഗ്രഫി ആണോ, കണ്ടന്റ് ആണോ, അപ്പൻഡിക്സ് ആണോ, നൺ ഓഫ് ദീസ് ആണോ? കണ്ടന്റ് അല്ല. കാരണം എന്താണ്? കണ്ടന്റ് പറയുന്നത് നമ്മൾ ഫസ്റ്റ് പോർഷനിൽ കൊടുക്കുന്നതാണ് അതിൻ്റെ ഉള്ളടക്കം അല്ലേ. അപ്പൻഡിക്സ് അല്ല. അപ്പൻഡിക്സ് എന്ന് പറയുന്നത് ആ റിസർച്ചിന് നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ എന്തെല്ലാം മെറ്റീരിയൽസ് ആണോ നമ്മൾ യൂസ് ചെയ്തത്. ഇപ്പോൾ ക്വസ്റ്റ്യനെയർ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ബാലൻസ് ഷീറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അത്. അപ്പം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അറ്റാച്ച് ചെയ്യുന്നതാണ് അപ്പൻഡിക്സിൽ വരുന്നത്. നൺ ഓഫ് ദിസ് പോട്ടെ. അപ്പോൾ എന്താണ്? ബിബ്ലിയോഗ്രഫിയാണ്. അതായത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബിബ്ലിയോഗ്രഫി is a list of the source used by the researcher to get information for research report. അപ്പോൾ റിസർച്ച് റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആ റിസർച്ചറിന് എവിടുന്നൊക്കെയാണോ അയാൾ ഇൻഫോർമേഷൻ കളക്ട് ചെയ്യുന്നത് ആ ഇൻഫോർമേഷൻ കളക്ട് ചെയ്യുന്ന സോഴ്സിൻ്റെ ഒരു ലിസ്റ്റ് കാണിക്കുന്നതാണ് എന്ത്? ബിബ്ലിയോഗ്രഫി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ ബിബ്ലിയോഗ്രഫിയാണ്. നെക്സ്റ്റ് 88ാമത്തെ ക്വസ്റ്റ്യൻ. ദർ ആർ ഡാഷ് പ്രൈമറി സ്കെയിൽസ് ഓഫ് മെഷർമെൻറ്റ്. അപ്പോൾ പ്രൈമറി സ്കെയിൽസ് ഓഫ് മെഷർമെൻറ്റ്, എത്ര പ്രൈമറി സ്കെയിൽ ഓഫ് മെഷർമെൻറ്റ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ 88 4 പ്രൈമറി സ്കെയിൽ ഓഫ് മെഷർമെൻ്റ് ആണുള്ളത്. ഓക്കെ, ദർ ആർ 4 പ്രൈമറി സ്കെയിൽ ഓഫ് മെഷർമെൻറ്റ്. ഏതൊക്കെയാണ്? നോമിനൽ സ്കെയില്, ഓർഡിനൽ സ്കെയില്, ഇൻ്റർവെൽ സ്കെയില് ആൻഡ് റേഷ്യോ സ്കെയിൽ. 4 പ്രൈമറി സ്കെയിൽ ഓഫ് മെഷർമെൻ്റ് ആണുള്ളത്. The next question. Dash is a systematic way of assigning numbers or names to objects and their attributes. അപ്പം ഒരു ഒബ്ജക്ട്സിന് അല്ലെങ്കിൽ അതിൻ്റെ ആട്രിബ്യൂട്ട്സിന് നമ്മൾ നെയിംസ് അല്ലെങ്കിൽ നമ്പേഴ്സ് അസൈൻ ചെയ്യുന്ന ഒരു സിസ്റ്റമാറ്റിക് വേ ആണ് എന്തെന്ന് പറയുന്നത്? ദാറ്റ് ഈസ് മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 89ൻ്റെ ആൻസർ ഓപ്ഷൻ എ മെഷർമെൻ്റ് ആണ്. അപ്പം സ്കെയിലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ മെഷർ ചെയ്യുന്ന ഒരു ടൂളിന് പറയുന്ന പേരാണ് സ്കെയിലിംഗ്. ക്ലാസിഫിക്കേഷനും ടാബുലേഷനും അല്ല. ഓക്കെ, ദെൻ 90ാമത്തെ ക്വസ്റ്റ്യൻ. ദി ഡാഷ് സ്കെയിൽ ഈസ് നോൺ ആസ് നോമിനൽ സ്കെയിൽ. അപ്പം നോമിനൽ സ്കെയിലിനെ പറയുന്ന മറ്റൊരു പേര് ഡാഷ് സ്കെയിൽ ഈസ് നോൺ ആസ് നോമിനൽ സ്കെയിൽ. ഏത് സ്കെയിലാണ്? ദറ്റ് ഈസ് റാങ്കിങ് സ്കെയിൽ. റാങ്കിങ് സ്കെയിലിനെ നമുക്ക് എന്ത് പറയാം? നോമിനൽ സ്കെയിൽ എന്ന് പറയാം. The next question. Dash scale is also known as the cardinal level of measurement. അപ്പോൾ കാർഡിനൽ ലെവൽ ഓഫ് മെഷർമെൻറ്റ് എന്ന് വിളിക്കുന്ന സ്കെയിലാണ് ഇൻ്റർവെൽ സ്കെയിൽ എന്ന് പറയുന്നത്. ഇൻ്റർവെൽ സ്കെയിൽ ദാറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ദി കാർഡിനൽ ലെവൽ ഓഫ് മെഷർമെൻറ്റ്. ഓക്കെ, ദ നെക്സ്റ്റ് 92. നോമിനൽ വേരിയബിൾസ് അലോ ഫോർ ഡാഷ് ക്ലാസിഫിക്കേഷൻ. ഇപ്പം നോമിനൽ വേരിയബിൾസ് എന്തിനാണ് അലോ ചെയ്യുന്നത്? ഏത് ക്ലാസിഫിക്കേഷനാണ് അലോ ചെയ്യുന്നത്? അപ്പോൾ ആൻസർ 92B ആണ്, ക്വാളിറ്റേറ്റീവ്. നോമിനൽ വേരിയബിൾസ് അലോ ഫോർ ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 93. എ ഡാഷ് ഈസ് എ ഡിവൈസ് ദാറ്റ് ഈസ് മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് ഇൻ കളക്ടിങ് പ്രൈമറി ഡാറ്റ. അപ്പോൾ ഏറ്റവും കൂടുതൽ ഈ പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസ് ഏതാണ്? ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഇത്. പക്ഷേ അവിടെ നമ്മൾ ക്വസ്റ്റ്യനെയർ മാത്രമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഷെഡ്യൂളും ക്വസ്റ്റ്യനെയറും രണ്ടും നമുക്ക് യൂസ് ചെയ്യാം. ബോത്ത് എ ആൻഡ് ബി ആണ്. അപ്പോൾ ആൻസർ വരുന്നത് 93 ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ബോത്ത് എ ആൻഡ് ബി. കാരണം ക്വസ്റ്റ്യനെയറും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, ഷെഡ്യൂളും യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്വസ്റ്റ്യനെയർ നമുക്ക് സർവേ കണ്ടക്ട് ചെയ്യാനും ഷെഡ്യൂള് ഇൻ്റർവ്യൂ ഒക്കെ നടത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ക്വസ്റ്റ്യനെയർ വെച്ചിട്ടും സർവേ നടത്തും, ഷെഡ്യൂൾ വെച്ചിട്ടും സർവേ നടത്തും കേട്ടോ. ദ നെക്സ്റ്റ് 94ാമത്തെ ക്വസ്റ്റ്യൻ. ഡാഷ് എൻഡഡ് ക്വസ്റ്റ്യൻസ് ആർ കോൾഡ് ഫ്രീ ആൻസർ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഫ്രീ ആൻസർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസിന് നമ്മൾ മറ്റൊരു പേരും കൂടെ പറയുന്നുണ്ട്. അതെന്താണെന്നുള്ളതാണ്. ദാറ്റ് ഈസ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ആണ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 95. എ ഡാഷ് റെഫേഴ്സ് ടു വൺ which provides several sets of alternatives for its answers. അപ്പം ആൻസറിന് സെവറൽ സെറ്റ് ഓഫ് ഓൾട്ടർനേറ്റീവ്, അതായത് ഡിഫറെൻറ്റ് ഓൾട്ടർനേറ്റീവ്സ് കൊടുക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ട്. അത് ഏതാണെന്നുള്ളതാണ് നമുക്ക് അറിയാമല്ലോ. ഏതാ? MCQ അല്ലേ, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. ഇപ്പം തന്നെ അതിനൊരു എക്സാമ്പിളാണ്. ഇവിടെ നമുക്ക് ഒരുപാട് ഓൾട്ടർനേറ്റീവ് ആൻസേഴ്സ് വരുന്നുണ്ട്. അപ്പം അങ്ങനെ ഓൾട്ടർനേറ്റീവ് ആൻസേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് അതാണ്